എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അഡീനിയം ചെടികൾ എങ്ങനെ ബോൺസായി ആക്കാം. ഒരു കോമ്പാക്ട് വേസ് അഡീനിയം, ഇത് നോർമൽ അഡീനിയം. നമ്മൾ സാധാരണ നമ്മൾ വിത്തുകൾ മുളപ്പിച്ച് ഉണ്ടാക്കുന്ന അഡീനിയങ്ങൾ എങ്ങനെ നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു ഷേപ്പിൽ ഉണ്ടാകും. അത് നമുക്ക് ഭാവിയിൽ നമുക്ക് എങ്ങനെ ബോൺസായി ആക്കി തീർക്കാം, ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ വിത്തുകൾ, അഡീനിയം വിത്തുകൾ നമ്മൾ മുളപ്പിച്ച് ഇരിക്കും. ഇതിപ്പോൾ ഒരു 2 മാസം പ്രായമായിട്ടുള്ള വിത്താണ്. ഇതിന് ഏകദേശം ഒരു 2-3 ഇലകൾ നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് അതിനേക്കാളും പ്രായം ചെന്ന അഡീനിയം. ഈ പ്രായം ഇപ്പൊ 2-3 ലീവ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ ഈ ചെറിയ തൈകൾ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ അഡീനിയം ചെടിയാണ്, ഇതൊരു 6-8 മാസം കൂടുതൽ നല്ല ഷേപ്പിൽ വന്നിട്ടുള്ള അഡീനിയം ചെടി. നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ കാര്യങ്ങളാണ്. ഇതേപോലെ വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ ഒരു എന്താ പറയാ, ചെറിയ ചെറിയ ട്രിക്കുകളാണ്. അത് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിൽ ആവും. ഇപ്പൊ ഈ ചെടിയൊക്കെ ഉണ്ട്, ഇതൊരു കോമ്പാക്ട് ആയിട്ട് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇവിടെ ഒരു 3 ബ്രാഞ്ച്, ലെങ്തിലൊരു ബ്രാഞ്ച്, പിന്നെ ഈ ചെടിയുണ്ട്. ഇതൊക്കെ നല്ലൊരു ഷേപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതുപോലെ കിട്ടും. ഇതിപ്പോ ഈ ചെടിയുണ്ട്, ഇത് നമ്മളെല്ലാം നന്നായി ലെങ്തായി. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഇത് പ്രൂൺ ചെയ്തതാണ്. ഇതും ഈ ചെടികൾക്ക് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മാസം പ്രായമുള്ളതാണ്. രണ്ടിന്റെയും ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്തില്ല, ഇത് നമ്മൾ ആ ചെടിനെ വളരാനായിട്ട് അനുവദിച്ചു. ഇതിനെ നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്തു. ഇതും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തുള്ള ചെടികളായി കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ചെടികൾ അടിയില്ല. ഭാവിയിൽ നമുക്ക് അതൊരു ബോൺസായ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇതുപോലെ വിത്തായിട്ട് വരുന്ന ചെടികളുണ്ടെങ്കിൽ ഇത് കണ്ട ചെറിയ ചെറിയ തൈകൾ മുളച്ചു വരും. ഇതിപ്പോൾ 2 മാസം പ്രായമായിട്ടുള്ളൂ. ഈ 2 മാസം പ്രായമായിട്ടുള്ള ചെടികളെ നമ്മൾ ഇതുപോലെ ചെറിയ മുളക് ഇപ്പോൾ 2-3 ലീവ്സ് വന്നു കഴിഞ്ഞാൽ ഈ ലീവ്സിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ജസ്റ്റ് ഒന്നിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അടാ ഇപ്പൊ അത് ഒന്നുകൂടി കോമ്പാക്ട് ആയിട്ട് വലുതായി വരും. ഇതേപോലെ തന്നെ ഈ ചെടികളുണ്ട്, ഇതിനിപ്പോ 4 ലീവ്സ് ഉണ്ട്. ഈ 4 ലീവ്സിൽ ഈ വരുന്ന ലീവ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് നമുക്ക് വേറെ കിട്ടുക. ഇതിൽ 2-4 ഇതായാണ് 2-4-6 ലീവ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇത് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇതൊന്നുകൂടി കോമ്പാക്ട് ആയിട്ട് വലുതായി വരും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കോഡക്സും നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. ഇതേപോലത്തെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒടിഞ്ഞിരിക്കും. വേണ്ട ഇതിനിപ്പോ എത്ര ബ്രാഞ്ചിന് വരും? 1, 2, 3, 4, 5, 6ാമത്തെ ബ്രാഞ്ച് നമ്മളേന്ന് ഒടിഞ്ഞിരിക്കും. ഇതിനും അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6 ബ്രാഞ്ച് ഇതിനുണ്ട്. 1, 2, 3, 4, 5, 5 ബ്രാഞ്ച്. ഇതും അതുപോലെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇതുപോലെ പിൻ ചെയ്തിട്ട് എടുത്ത ചെടി. ഇപ്പൊ ഈ ചെടികളൊക്കെ ഒരേ പ്രായമുള്ള ചെടികളാണ്. ഇതെല്ലാം ഒരേ പ്രായമുള്ള ചെടിയാണ്. പക്ഷെ നമ്മൾ ഇതിനെ കൂടുതൽ കോമ്പാക്ട് ആക്കാനായിട്ട് ഈ ചെടീനെയും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. ഈ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ കോഡക്സിലും സൈസ് വയ്ക്കും.
ഇതിന്റെ സൈഡിൽ നിന്നുള്ള ബ്രാഞ്ചുകൾ കൂടുതൽ വരികയും ചെയ്യും. ഇതാണ് നമ്മൾ ഇഞ്ചി ചെയ്യുക, അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുക, ട്രെയിൻ ചെയ്യാന്നൊക്കെ പറയണം. നമുക്ക് ഈ ചെടിയും കൂടി നമുക്ക് അതുപോലെ ചെയ്തു. ഈ ചെടികൾ പറഞ്ഞാൽ നല്ല കോമ്പാക്റ്റ് ആയിട്ട് നല്ല സൈസ് ചെടിയായിട്ട് ഇനി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ അപ്ഡേറ്റ്സ് നമുക്ക് പുറകെ വരും, ഇതിനനുസരിച്ചുള്ള സാധനങ്ങൾ. ഇപ്പൊ ഈ ചെടീനൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതാണ്. ഇതൊക്കെ തല നുള്ളി കഴിഞ്ഞാല് ഇതിന്റെ ബ്രാഞ്ചുകൾ നമുക്ക് കൂടാനായിട്ട് വരും. അത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രായത്തിൽ ഇത്രയും പ്രായമാകുമ്പോൾ തന്നെ ഒരു 2-4 ലീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നല്ല റിസൾട്ട്. ഞാൻ ഇതൊക്കെ അതുപോലത്തെ അങ്ങനെ ചെയ്തെടുത്ത ചെടികൾ തന്നെയാണ്. ഇതിന്റെ കോഡക്സ് ഇതൊക്കെ നല്ല ഹാർഡ് കോഡക്സ് ഉള്ള സംഭവങ്ങളാണ്, തിക്കായിട്ടുള്ള കോഡക്സ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ലുക്കിലേക്ക്, അതായത് 2 ബ്രാഞ്ച്, ഇപ്പൊ അടിയിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്, നമ്മൾ അടുത്ത പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് മാറ്റിയിടും. ഇതുപോലെ നമുക്ക് ഈ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇനി 2, 3, 4 ബ്രാഞ്ച് വേറെ വരുത്താം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെടി ഒരു കോമ്പാക്റ്റ് രീതിയിൽ നല്ലൊരു ഭംഗിയിൽ നല്ല ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.